ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ, ഒരു ഷോർട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു സാംസങ്ങിൻ്റെ ഈ ഒരു സർപ്രൈസ് ഗിഫ്റ്റിനെ കുറിച്ച്. സോ അതിൽ ആ ഷോർട്ട് വീഡിയോത്തിൻ്റെ കുറേ അധികം കമൻറ്റ്സ് എനിക്ക് വന്നു. അതിൽ കുറേ അധികം ഇൻഫോർമേറ്റീവ്സ് ഉള്ള കമൻറ്റ്സ് ഉണ്ടായിരുന്നു. ഈ പച്ച വര എങ്ങനെയാണ് കിട്ടിയെന്ന് വെച്ചാൽ, ഞാൻ ലേറ്റസ്റ്റ് 1UI 7 ആൻഡ് ഇതിൻ്റെ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 1UI 7 ആൻഡ്രോയിഡ് 15 ആണ് വേർഷൻ. ഓക്കെ, ഞാൻ ഇതിൽ കാണിച്ചു തരാം. 1UI 7 1UI 7 ആൻഡ് ആൻഡ്രോയിഡ് 15 ആണ് ലേറ്റസ്റ്റ് അപ്ഡേഷൻ പറയുന്നത്. ഞാനിതിൽ ജൂലൈ 1 എനിക്കൊരു അപ്ഡേഷൻ വരുന്നത്. ഞാൻ ജൂലൈ 1 ഫോൺ അപ്ഡേറ്റ് ചെയ്തു. 7 അപ്ഡേറ്റ് ചെയ്തു. ജൂലൈ 23 തോന്നുന്നു ഞാൻ യൂട്യൂബ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് സാംസങ്ങിൻ്റെ ആ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സർപ്രൈസിങ് ഗിഫ്റ്റ്, ഈ ലുട്ടാപ്പി വരാനിടയായത്. ഞാൻ ആ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിരുന്നത് S22, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് S22 Ultra ആണ്. സോ S22 Ultra'യിൽ എന്തായാലും ഈ ഒരു സംഭവം വരും. ഓൾറെഡി നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്തതാണ്. ഇത് കൂടാതെ S24 Ultra'യും S23 Ultra'യിലും ഈ ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂസ് ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. S23 യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് മാത്രമല്ല S21 FEയിലും ഈ ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഏതോ ഒരു ബ്രോ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, S21 FE അവൻ യൂസ് ചെയ്യുന്നതാണ്. S21 FEയിലും ഈ ഒരു സംഭവം ഗ്രീൻ ലൈൻ ഫ്രീ ഗിഫ്റ്റ് സാംസങ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഓരോ ഫോൺസും ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള എസ്പെഷ്യലി OLED ഫോൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാലിബ്രേഷൻ ഇറങ്ങുന്ന സമയത്ത് ഉള്ള ലേറ്റസ്റ്റ് 1UI 7 അല്ലെങ്കിൽ ലേറ്റസ്റ്റ് 1UI വേർഷനും അല്ലെങ്കിൽ ആൻഡ്രോയിഡ് വേർഷൻ ഏതാണോ അത് പ്ലസ് ഒരു 2 ഇയേഴ്സിലേക്കുള്ള അപ്ഗ്രേഡും കൂടി നോക്കിയിട്ടായിരിക്കും, കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും അവർ ആ ഡിസ്പ്ലേ കാലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു ഡിസ്പ്ലേയിൽ വരുന്ന ഒരു കപ്പാസിറ്റിയുടെ അപ്പുറത്തേക്കുള്ള ലോഡ് വലിക്കുമ്പോഴാണ് കൂടുതലായിട്ട് ഈ ഡിസ്പ്ലേ ചൂടാവുകയും അതുപോലെ തന്നെ അതിൽ ഇൻറ്റേർണലായിട്ടുള്ള ഒരു സൈഡിൽ അതിൽ ഷോർട്ട് സർക്യൂട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് മൂലമാണ് ഈ ഒരു പ്രശ്നം ഗ്രീൻ ലൈൻ വരുന്നത്. കാരണം ഇത് നാനോ ടെക്നോളജി ആയതുകൊണ്ട് തന്നെ ഇതിൽ ഇൻസൈഡ് വരുന്നത്, അതായത് പാനൽ, ഡിസ്പ്ലേയുടെ അകത്തുള്ള പാനലൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള, നമുക്ക് കണ്ണുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റാത്ത അത്രയും ചെറിയ പാനൽസാണ് വരുന്നത്. ആ ഒരു പാനലിൽ, അതിൽ LED പാനലിൽ ചെറിയൊരു ഷോർട്ട് ആയി കഴിഞ്ഞാൽ ഇതേപോലെ ഫുൾ അടിച്ചു പോകും. ആൻഡ് ഇതിൽ ഞാൻ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായ കാര്യം, ഞാനിത് ഫോൺ യൂസ് ചെയ്യുന്നത് എപ്പോഴും ബാക്ക് പോക്കറ്റിലായിരിക്കും. നമ്മൾ പോക്കറ്റിൽ നിന്ന് എടുക്കുമ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേയിൽ ചെറിയൊരു ഇതുണ്ടാവും, നനഞ്ഞതുപോലെ ഒരു ഈർപ്പം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മോയ്സ്ചർ ആയിട്ട് ഇരിക്കും നമ്മുടെ ഡിസ്പ്ലേ. ഈ മോയ്സ്ചർ കണ്ടൻറ്റ് എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ ഈ ഒരു പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ഡിസ്പ്ലേ ഇതേപോലെ ലേറ്റസ്റ്റ് 1UI വേർഷനും അല്ലെങ്കിൽ ആൻഡ്രോയിഡ് വേർഷനിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ കൂടുതൽ പണിയെടുക്കേണ്ടതായിട്ടുള്ളൊരു അവസ്ഥ വരും ഈ ഡിസ്പ്ലേക്ക്. അതിൻ്റെ ആനിമേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും എന്തായാലും കൂടുതലായിട്ടുള്ള പെർഫോമൻസ് ചെയ്യേണ്ടതായിട്ട് അവസ്ഥ വരുമ്പോഴത്തേക്കും ഈ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത് S24 Ultra അത്ര അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോണാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അതിലും ഈ ഒരു ഇഷ്യൂ വരുന്നു എന്ന് കേൾക്കുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ഒരു കൺഫ്യൂഷൻ വരുന്നത്. ഇതൊക്കെ ആകാം ഇതിൻ്റെ മേജറായിട്ടുള്ള പ്രശ്നങ്ങൾ. പക്ഷേ S24 Ultra'യിലും S23 വരെ നമുക്ക് ഓക്കെ, അത് കുറച്ച് പഴയ ഫോണാണെന്ന് പറയാം. പക്ഷേ S24 അത്ര ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഫോണാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ ഈ ഒരു ഇഷ്യൂ പറയുന്നുണ്ട്. അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തല്ല എനിക്ക് പറ്റിയത്. ഓരോ ആളുകൾക്കും പല രീതിയിലാണ് ഈ ഒരു ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ചില ആളുകൾ ഇതിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അല്ലെങ്കിൽ 1UI അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഈ ഒരു ഗ്രീൻ ലൈൻ വരുന്നത്. പക്ഷേ ഞാനിത് അപ്ഡേറ്റ് ചെയ്ത് ആഫ്റ്റർ 22-23 ഡേയ്സ് ആണ് അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ ഒരു പ്രശ്നം വരുന്നത്. ഞാൻ യൂട്യൂബ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ ഇഷ്യൂ വരുന്നത്. എല്ലാ ആളുകൾക്കും ഒന്നെങ്കിൽ യൂട്യൂബ് അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ ആപ്പ്, എസ്പെഷ്യലി വീഡിയോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ഗെയിംസ് ഒക്കെ പെർഫോം ചെയ്തിരിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവങ്ങൾ വന്നു തുടങ്ങുന്നത്. ആ സമയത്താണ് ഈ ഡിസ്പ്ലേ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നതെന്ന് അർത്ഥം. ഇത് ചില ആളുകൾക്ക് 1 ലൈൻ വന്നിട്ട് പിന്നെ കുറച്ച് നാളുകൾക്ക് ശേഷം അത് 2, 3, 4, 5 അങ്ങനെ കൂടിയും കുറഞ്ഞുമൊക്കെ വരാം. ചില ആളുകൾക്ക് സാംസങ് ഒരു ലൈനായിട്ട് കൊടുക്കാറില്ല, ഒരു വാരിക്കോരി 3, 4, 5, 10, 12 ലൈനൊക്കെ കൊടുക്കുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. ആൻഡ് എനിക്ക് ഭാഗ്യം വെച്ചാൽ ഒറ്റ ലൈനെ അറ്റ് പ്രസൻറ്റ് ഇപ്പോൾ തെളിഞ്ഞ് നിൽക്കുന്നുള്ളൂ. ഇനി ഭാവിയിൽ ഇത് 1, 2, 3 ഒക്കെ ആകാനുള്ള ചാൻസസ് ഉണ്ട്. ഇതിൽ പുതിയ ഫോൺ എടുക്കുമ്പോഴത്തേക്കും അങ്ങനെ പെട്ടെന്നൊരു ലൈൻ വരേണ്ട ആവശ്യമില്ല.
പക്ഷേ ഈ ഒരു കേസിൽ S24 Ultra ഒരുപാട് കേസസ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഗ്രീൻ ലൈൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. സോ അതുകൊണ്ട് നമുക്കതങ്ങനെ അത്ര 100% ഉറപ്പായിട്ടും വരില്ല എന്ന് പറയാനും പറ്റില്ല. എന്താണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ എനിക്ക് ഉണ്ടായതെന്ന് വെച്ചാൽ ഈ ഒരു ലേറ്റസ്റ്റ് 1UI 7 Android 15 ആണ് ഈ ഒരു ഇഷ്യൂ കണ്ടു തുടങ്ങിയത്. ഇതുവരെ ഒരു മോർ ദാൻ 3 years ആയിട്ടുണ്ട് ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഈ ഒരു ഗ്രീൻ ലൈൻ എഫക്റ്റ് വരുന്നത് ഇന്ത്യൻ പ്രോഡക്ട്സിനാണെന്നുള്ളതാണ് എനിക്കൊരു എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഔട്ട്സൈഡിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ട്, അതായത് ഔട്ട്സൈഡ് ഇന്ത്യ, യൂറോപ്യൻ കൺട്രിയിൽ നിന്നോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഈ ഫോൺസിൽ ഇങ്ങനെ ഈ ഒരു ഗ്രീൻ ലൈൻ എഫക്റ്റ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് താഴത്തൊന്ന് കമൻറ്റ് ചെയ്യണം. ഇതൊക്കെയാണ് എനിക്ക് ഈ ഒരു ഫോണിൽ നിന്ന് ഗ്രീൻ ലൈൻ എഫക്റ്റിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീണ്ടും പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.